വയനാട്ടിലും ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് സമയം അവസാനിച്ചിരിക്കുകയാണ്. ചേലക്കരയിലെ ചില ബൂത്തുകളിൽ ഇപ്പോഴും വോട്ടർമാരുടെ നീണ്ട നിരയുണ്ട്. അതേസമയം വയനാട്ടിൽ ഇന്ന് വോട്ടെടുപ്പ് നടന്നത് പൊതുവെ മന്ദഗതിയിലായിരുന്നു. സമഗ്ര വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി റിയാസ് KMR ചേരുന്നു. റിയാസ് KMR, വയനാട്ടിലെ മന്ദഗതിയിലുള്ള ഒരു വോട്ടെടുപ്പ് ആയിരുന്നുവെങ്കിലും ഇപ്പോഴത്തെ ഒരു വോട്ടെടുപ്പ് ശതമാന കണക്കുകൾ എങ്ങനെയാണ്? ഇപ്പോഴും ഏതെങ്കിലും ബൂത്തുകളിൽ വോട്ടർമാരുടെ നിര ബാക്കിയുണ്ടോ? എന്താണ് അവസ്ഥ? വയനാട്ടിൽ ഇന്ന് വളരെ മന്ദഗതിയിലുള്ള ഒരു പോളിംഗ് ആയിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. രാവിലെ മാത്രമാണ് വോട്ടർമാരുടെ ഒരു നീണ്ട നിര മിക്ക പോളിംഗ് ബൂത്തുകളിലും പ്രത്യക്ഷമായത്. പക്ഷേ പിന്നീട് അത് വളരെ മന്ദഗതിയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അത് പിന്നീട് വർദ്ധിക്കുകയോ ഒന്നും ചെയ്തില്ല. നേരത്തെ മുന്നണികൾ പ്രതീക്ഷിച്ചിരുന്നത് വൈകുന്നേരമാകുമ്പോൾ ഇതിലൊരു മാറ്റം വരുമെന്നായിരുന്നു. പക്ഷെ അതിന് മാറ്റം വന്നിട്ടില്ല. പ്രത്യേകിച്ച് ഈ ഉപതെരഞ്ഞെടുപ്പിനോട് വലിയ ഉത്സാഹമില്ലാതെയാണ് വയനാട്ടിലെ ജനത പ്രതികരിച്ചത് എന്നുള്ളതാണ്. 63% മാത്രമാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുമ്പോഴുള്ള ഒരു പോളിംഗ് ശതമാനം എന്ന് പറയുന്നത്. ഇനി പോയാലും പരമാവധി 2-3% ഒരു വർധന മാത്രമാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രമാത്രം ഇനിയൊരു വർധന ഉണ്ടാകും എന്നുള്ള കാര്യം കണ്ടറിയണം. ഈ മുന്നണികൾ ഈ ഒരു പോളിംഗ് ശതമാനം കുറയാനിടയായ സാഹചര്യത്തെ കുറിച്ചുള്ള കണക്ക് കൂട്ടലുകൾ ഇപ്പോൾ തന്നെ തുടങ്ങിയിരിക്കുകയാണ്. എന്തൊക്കെയായിരിക്കും? അടുത്തടുത്ത് 2 തെരഞ്ഞെടുപ്പുകൾ വന്നതാണ് ഒരു പ്രധാന കാരണമായി പറയുന്നത്. മറ്റൊന്ന് ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലം വയനാട്ടിനെ സംബന്ധിച്ച് ഫലത്തിൽ വലിയ അത്ഭുതങ്ങളൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് എതിർ രാഷ്ട്രീയ രംഗത്തുള്ള ആളുകൾ അവർ വോട്ട് ചെയ്തുകൊണ്ട് കാര്യമില്ല എന്ന് ചിന്തിച്ചതാണ് പോളിംഗ് ശതമാനം കുറയാൻ കാരണമായതെന്ന് UDF വാദിക്കുന്നുണ്ട്. എന്നാൽ LDFും ഇന്ത്യയും പറയുന്നത് അടുത്തടുത്ത ഉപതെരഞ്ഞെടുപ്പുകൾ വന്നതിലുള്ള ജനങ്ങളുടെ ഒരു വിമുഖതയാണ് ഇതിനുള്ള കാരണം എന്ന് പറയുന്നു. മണ്ഡലം ഒഴിവാക്കി രാഹുൽ ഗാന്ധി പോയതിലുള്ള ഒരു അമർഷം അവരെ സംബന്ധിച്ചുണ്ട് എന്നുള്ളത് LDFും ഇന്ത്യയും അടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അത്തരം ആരോപണ പ്രത്യാരോപണങ്ങളാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ ഉണ്ടാവുക. ഈ വയനാട്ടിലെ പോളിംഗ് കുറഞ്ഞതുമായി ബന്ധപ്പെട്ട് നേരത്തെ പ്രിയങ്ക ഗാന്ധിക്ക് 5 ലക്ഷത്തോളം ഭൂരിപക്ഷമാണ് കോൺഗ്രസ് നേതാക്കളും UDF നേതാക്കളും എല്ലാം പറഞ്ഞത് റെക്കോർഡ് ഭൂരിപക്ഷം എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു പോളിംഗ് ശതമാനം കുറഞ്ഞ ഒരു സാഹചര്യത്തിൽ ഇനിയൊരു റെക്കോർഡ് ഭൂരിപക്ഷത്തിനുള്ള ഒരു സാധ്യതയുണ്ടോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. 23-ന് മാത്രമേ അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു വ്യക്തത കൈവരികയുള്ളൂ. ഇപ്പോൾ എവിടെയാണ് പോളിംഗ് കൂടുതലായി കുറഞ്ഞത്, ആരാണ് കൃത്യമായി വോട്ടിങ്ങിന് എത്താത്തത് എന്നുള്ളത് ബൂത്ത് തല കണക്ക് പരിശോധിച്ചാൽ മാത്രമേ മുന്നണികൾക്ക് വ്യക്തമാവുകയുള്ളൂ. അതിന്റെ മണിക്കൂറുകളാണ് അത്. ഇനിയുള്ള 2-3 ദിവസങ്ങളിൽ അത്തരം ഒരു പഠനങ്ങളിലായിരിക്കും മുന്നണികൾ നീങ്ങുക. അങ്ങനെയെങ്കിൽ തിരുത്തേണ്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൃത്യമായി തിരുത്തി പോവുക. ഈ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് കണ്ട ആവേശമൊന്നും പോളിംഗിൽ കണ്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയായി നിലനിൽക്കുകയാണ്. അത് തന്നെയാണ് കഴിഞ്ഞ 2024 നടന്ന ലോക്സഭാ പൊതുതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടന്ന വയനാട്ടിലെ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ശതമാനം പോലും ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നു. മാത്രമല്ല മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷം നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ്, അത് അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. സാമ്പത്തികമായി പോലും ആ ഉരുൾപൊട്ടൽ ദുരന്തവും അതിനുശേഷം നടന്ന ആളുകൾ കാര്യമായി വയനാട്ടിലേക്ക് എത്താത്തതും ഒക്കെയുള്ള കാര്യങ്ങൾ സാമ്പത്തികമായി പോലും വയനാടിനെ തകർത്തിരുന്നു. അങ്ങനെ തൊഴിൽ ഒഴിവാക്കിക്കൊണ്ട് വോട്ടെടുപ്പിന് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം, അത് ഉൾക്കൊള്ളാൻ വയനാട്ടുകാർ പൂർണ്ണമായും തയ്യാറായില്ല എന്നുള്ളതാണ് പലയിടത്തെയും വോട്ടിംഗ് ശതമാനം വ്യക്തമാകുന്ന ഒരു കാര്യം. എറണാകുളം മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ വോട്ടിംഗ് ശതമാനം ഇത്തവണത്തേത്. ഒരു വോട്ടിംഗ് ശക്തമായി കാണപ്പെട്ട ഒരു മണ്ഡലം എന്ന് പറയുന്നത് എറണാകുളമാണ്. പിന്നീട് തിരുവമ്പാടിയാണ്. തിരുവമ്പാടിയിൽ പോലും പല പോളിംഗ് ബൂത്തുകളിലും രാവിലെ ആളുകൾ ഉണ്ടായി എന്നത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ പിന്നീട് അങ്ങനെ കാര്യമായി വോട്ടർമാരുടെ ഒരു നിര നമുക്ക് കാണാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതിനിടെ സ്ഥാനാർത്ഥികൾ വിവിധ ബൂത്തുകളിൽ കയറിയിറങ്ങി വോട്ടർമാരെ ഉൾപ്പെടെ കാണാൻ ബൂത്തുകൾ സന്ദർശനം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രിയങ്ക ഗാന്ധി UDF സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി കൽപ്പറ്റയിലെയും മേപ്പാടിയിലെയും ഒപ്പം തന്നെ മുക്കത്തിനടുത്ത നീലേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും ബൂത്തുകളിൽ എത്തിയിരുന്നു. LDF സ്ഥാനാർത്ഥി സത്യൻ മൊഗരി കൽപ്പറ്റയിലെ വിവിധ ബൂത്തുകളിൽ സന്ദർശനം നടത്തിയിരുന്നു. NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് കൽപ്പറ്റയിലെയും ബത്തേരിയിലെയും ബൂത്തുകളിൽ അവരും സന്ദർശനം നടത്തിയിരുന്നു. 16 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ടായിരുന്നതിൽ ഒരു സ്ഥാനാർത്ഥിക്ക് മാത്രമാണ് മണ്ഡലത്തിൽ വോട്ടുണ്ടായിരുന്നത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ R രാജന് മാത്രമാണ്
മണ്ഡലത്തിൽ വോട്ടുണ്ടായിരുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഈ 16 സ്ഥാനാർത്ഥികളിൽ 11 പേരും കേരളത്തിന് പുറത്തു നിന്നുള്ളവരാണ്. പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള 11 പേരും കേരളത്തിന് പുറത്തു നിന്നുള്ളവരാണ്. അതിൽ മലയാളികളായി ആകെ 5 പേർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതും ഈ ഒരു ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിനെ വേറിട്ട് നിർത്തുന്ന ഘടകമാണ്. ശരി, ഇനി ചേലക്കര